നമസ്കാരം. ഇന്ന് നമ്മുടെ 69ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഇച്ചിരി കാര്യങ്ങളൊക്കെ പറയാൻ തന്നെയാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. കാരണം ഞാൻ ഇതുവരെ എല്ലാം ഒളിച്ചും മറച്ചും വെച്ചാണ് സംസാരിച്ചത്. പക്ഷെ പറയുന്നതല്ല സത്യമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു നന്മ ഉള്ളൊരു മനുഷ്യൻ, അതാരാണേലും, ഒരു മൃഗമായിക്കോട്ടെ, ആ മനുഷ്യൻ തിന്മ ചെയ്യാം. എനിക്ക് നന്മയുണ്ട്, പക്ഷേ ഞാൻ ഒരുപാട് തിന്മ അനുഭവിച്ചു. ഞാനതുകൊണ്ട് തിന്മ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവസാനം നന്മയിലെത്തും. നന്മ തന്നെ ചെയ്യുള്ളൂ. അതുപോലെ തിന്മയുള്ളൊരു മനുഷ്യൻ നന്മ ചെയ്യാൻ ശ്രമിച്ചാൽ അവൻ അവസാനം തിന്മയെ തന്നെ എത്തുള്ളൂ. അങ്ങനെയൊരു ഫാക്റ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനീ പറയുന്നത് ഈ കേവലം ഒരു കേരളം വെച്ചൊന്നുമല്ല കേട്ടോ. ഇവിടെ ഭരണം പിടിക്കാനും ജൂലൈയിൽ അടുത്ത മാസം ഇലക്ഷൻ പ്രഖ്യാപിക്കും, തദ്ദേശ സ്വയംഭരണം. അത് പിടിക്കാൻ വേണ്ടിയിട്ടും ഒരു 8-9 മാസം അത് കഴിയുമ്പോഴത്തേനും അസംബ്ലി പിടിക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും അല്ല ഞാൻ പറയുന്നത്. എൻ്റെ മനസ്സിൽ ലോകം പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ആർക്കും അറിയില്ല. ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ക ഫ്രോഡ് തരത്തിലാണ്. പക്ഷേ ഇപ്പോഴും നന്മ ജയിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു വലിയ കാര്യം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ബി ഫ്രാങ്ക്, ഞാനെല്ലാം അങ്ങ് തുറന്നു പറയുകയാണ്. ഇന്നത്തെ ഒരു സംഭവം തൊട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെയ്യുന്ന എപ്പിസോഡ് 192 പേരെ കണ്ടുള്ളൂ. ഞാൻ അതിന് ശേഷം മെഡിക്കൽ കോളേജിൻ്റെ ഇട്ടു. അത് 1000 പേരടുത്താകാറായി. അതിന് മുമ്പ് മറ്റേ കാൽവരി മൗണ്ട് ഇട്ടു. അത് 1300 പേരായി. അത് ഞാൻ ഷെയർ ചെയ്തുള്ളൂ. അതെനിക്ക് ഓരോ ഗ്രൂപ്പുണ്ട്, 150-150ഓളം ഗ്രൂപ്പുണ്ട്. അവരെന്നെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞാൻ ഷെയർ ചെയ്യാതെ തന്നെ ഇത്രയും പേര്. കാരണം എന്നിട്ട് എന്നെ വൈകുന്നേരം ആയപ്പം എൻ്റെ ഒരു സുഹൃത്തല്ല, എൻ്റെ അനിയൻ്റെ സ്ഥാനമുള്ള ഒരാൾ, ഞാൻ ഒരു കാര്യത്തിന് വിളിച്ചാണ്. അപ്പോഴത്തേനും പുള്ളി ചോദിച്ചു, അപ്പോൾ ഞങ്ങൾക്കെതിരെയൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന SC വിഭാഗത്തെയാണ്. ഞാൻ ചോദിച്ചു, ഞങ്ങൾ നിങ്ങൾ എന്നുള്ള നമ്മൾ തമ്മിൽ എന്നാ ഉണ്ടായെന്ന് ചോദിച്ചു. അല്ല ഇങ്ങനെ ഇടുന്നത്. ഞാൻ ചോദിച്ചു വേടൻ്റെ ബേസിലാണോ ചോദിക്കുന്നത്? എൻ്റെ സുഹൃത്തെ, നീ കെട്ടിയേക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയാണ്. അപ്പം നിന്നിലും ആ വേർതിരിവില്ല. മക്കൾ ഇൻ്റർകാസ്റ്റാണ്. പിന്നെ അല്ല അവിടെ പോയി അങ്ങനെ ഒരു പന്നറടിയന്തരത്തിന് പോയപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, ആ പറയുന്ന ആൾ എങ്ങനെയാണ് SC ആകുന്നത്? കാരണം അയാളുടെ അമ്മ SCയും അച്ഛൻ ഈഴവനുമാണല്ലോ എന്ന് ചോദിച്ചു. അവിടെയില്ല. കാരണം മറുപടി പറയാനൊന്നുമില്ല. അല്ല അവനെ ഭയങ്കരമായിട്ട് അവൻ ലോകം അംഗീകരിച്ചുകൊണ്ടിരിക്കുക. ശരി, സമ്മതിച്ചു. ഞാൻ പറഞ്ഞു അവൻ ശ്രീലങ്കക്കാരൻ. അവൻ്റെയൊക്കെ ദുരുദ്ദേശം എന്താണെന്ന്. കാരണം പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാജീവ് ഗാന്ധിയൊക്കെ കേട്ടോ. ഞാൻ രാഷ്ട്രീയ ബേസിൽ ഞാനെല്ലാം തുറന്നു പറയും. ചിലപ്പോൾ 1 മണിക്കൂർ പോയി എപ്പിസോഡ്. ആ മനുഷ്യനെ കൊന്നു കളഞ്ഞ വർഗത്തിൽപ്പെട്ടവനാണ് അവനൊക്കെ ചൈനയുടെ ശ്രീലങ്കയൊക്കെ നമുക്കെതിരെ ഇടയ്ക്ക് തിരിയാൻ നോക്കി. ചൈന കൊണ്ട് അവിടെ വിമാനത്താവളം കോപ്പൊക്കെ ഉണ്ടാക്കി കടം കൊടുത്ത് മൊത്തം പൈസ മേടിച്ച് അവൻ്റെയൊക്കെ മന്ത്രിമാരെ കൊന്നയച്ച് അവനൊക്കെ ഇങ്ങോട്ട് വന്നതാണ്. അവൻ്റെ അമ്മ കഷ്ടപ്പെട്ടതിൻ്റെ കഥയൊന്നും പറയണ്ട. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനും എഴുതിയിട്ടിരുന്നു. അതൊന്നും അവൻ 26 വയസ്സിൽ എന്തനുഭവിച്ചാണെന്നാണ് പറഞ്ഞത്. അവൻ സുഖമായിട്ട് അവൻ ഒരു 10-18 വയസ്സ് തൊട്ട് അവൻ നല്ല രീതിയിൽ അവൻ്റെ അമ്മ ജോലി ചെയ്തു. ഇവിടെ എത്രയോ മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ കഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്. അവനീ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് പറയുന്നതിനൊന്നും ബേസിലൊന്നും എനിക്കൊന്നുമില്ല. അപ്പം എനിക്കൊരു സഹോദരിയേ ഉള്ളൂ. ആ സഹോദരി കിട്ടിയേക്കുന്ന ഒരു നാടാർ വിഭാഗത്തിൽപ്പെട്ട ഒരു ഹിന്ദു, അത് തമിഴ് കാസ്റ്റിൽപ്പെട്ട ഒരാളാണ്. എൻ്റെ പെങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട്, അന്നത്തെ കാലത്ത് എൻ്റെ പെങ്ങളൊക്കെ ഒരുപാട് സവർണർ വന്നിരുന്നു. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് വിവാഹം കഴിച്ചു കൊടുത്തത്. അതുകൊണ്ട് എൻ്റെ പെങ്ങൾ ഏറ്റവും സുഖമായിട്ട് 1 ഏക്കർ സ്ഥലം, കട്ടപ്പനയിലുള്ള 3 ആമക്കളുള്ള നല്ല, അവന്മാർ കുടിക്കുകയില്ല വലിക്കുകയില്ല, ഒരു തെറ്റുമില്ലാത്ത 3, എനിക്ക് അവന്മാരുടെയൊക്കെ ആരോഗ്യം കണ്ടിട്ടുണ്ടോ. അങ്ങനെയുള്ള ഒരു പെങ്ങളിന്നും രാജ്ഞിയായിട്ട് ജീവിക്കുന്നു. ഇഷ്ടംമാതിരി വാഹനവും ഇഷ്ടംമാതിരി സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു. അവൻ പണിയുന്നവർ, എൻ്റെ മൂത്ത മരുമകൻ, എൻ്റെ പെങ്ങളുടെ മകൻ പണിയുന്ന വീടൊക്കെ കാണണം. പിന്നെ എൻ്റെ അമ്മ വീട്ടിൽ ആദിവാസികളുണ്ട്, മുസ്ലിംസുണ്ട്, എല്ലാവരും വിവാഹം കഴിച്ചിട്ടുണ്ട്.
എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ തമിഴ്ക്കാർ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇത് വംശീയ ബേസിലല്ല പറയുന്നത്. നിങ്ങളൊക്കെ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നതൊക്കെ വെറും ഒരു ലോകത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ചോദിച്ചു ഇന്ന് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളെക്കുറിച്ചെന്ന് പറഞ്ഞാൽ എന്നെ ഒരു മാസം മുമ്പ് എങ്ങനെയാണ് പറഞ്ഞത്? എന്നെ പറഞ്ഞത് ചേട്ടനാ, ഞങ്ങളെ ചേട്ടനെ ആരും തൊടാൻ സമയം. ആ എന്നെയും നിന്നെയൊക്കെ ആക്കിയത് ഈ വേടനാന്ന് പറഞ്ഞു. അവൻ ഒക്കെ വേറെ രാജ്യത്തിൻ്റെ പൈസ മേടിച്ച് വേറെ സെറ്റപ്പിലൊക്കെ വരുന്നവനാണ്. അവനൊക്കെ ഇന്ത്യയെ തകർക്കാനാണ് നോക്കുന്നത്. അവനൊക്കെ വേറെ സെറ്റപ്പുണ്ട്. അവൻ്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ഇന്നുണ്ടാകുന്ന പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ജാതി എന്ത് ബേസിലുണ്ടായെന്നാക്കി പറയുന്നത്? തൊഴിലിൻ്റെ ബേസിലോ? ഏത് തൊഴിലിൻ്റെ ബേസിൽ? ഈ പെരുന്തച്ഛൻ ആരായിരുന്നു? ഏത് ജാതിയായിരുന്നു? പെരുന്തച്ഛൻ എന്ന് പറഞ്ഞ ആൾ ഏത് ജാതി? തച്ചൻ. അതിനേക്കാൾ എത്രയോ നൂറ്റാണ്ട് മുമ്പുണ്ടായ ആളാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ ജാതി എന്താണെന്നറിയാം? യേശുക്രിസ്തുവിൻ്റെ തൊഴിൽ ബേസിലല്ല ജാതി ഉണ്ടായത്. യേശുക്രിസ്തു തച്ചനായിരുന്നു, നല്ലൊരു തച്ചനായിരുന്നു. 10-20 കൊല്ലം അദ്ദേഹത്തെക്കുറിച്ച് ആരും കേട്ടിട്ടില്ല. നല്ലൊരു തച്ചൻ്റെ മകനായിരുന്നു. എബ്രഹാം ലിങ്കനോ ചെരുപ്പ് കുത്തിയുടെ മകനായിരുന്നു. ലോകം ഭരിച്ച ഏറ്റവും നല്ല പ്രസിഡൻ്റായിരുന്നു എബ്രഹാം ലിങ്കൻ. അയാൾ ആദ്യം പ്രസിഡൻ്റായിട്ട് അയാളെങ്ങാണ്ട് 35 തവണ ഇലക്ഷനിൽ തോറ്റിട്ടുണ്ട്, ജീവിതത്തിൽ തോറ്റിട്ടുണ്ട്. അയാൾ പ്രസിഡൻ്റായപ്പോൾ ആദ്യം അവിടുത്തെ ഈ വലിയ പ്രമാണി എന്നും പറഞ്ഞ് സാമ്പത്തിക വയസ്സിൽ നിങ്ങൾ ഒരു ചെരുപ്പൂത്തിയുടെ മകനാണെന്ന് കേട്ടല്ലോ. എബ്രഹാം തിരിച്ചു പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അതെ, എൻ്റെ അച്ഛനൊരു നല്ല ചെരുപ്പൂത്തിയായിരുന്നു, പക്ഷെ നല്ലൊരു ചെരുപ്പൂത്തിയായിരുന്നു. ആ ജോലിയോട് ഉത്തരവാദിത്വം കാണിച്ചിരുന്നു. ഞാൻ ഇപ്പം അമേരിക്കൻ പ്രസിഡൻ്റാണ്. ഞാൻ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടും ഏറ്റവും നല്ല ഉത്തരവാദിത്വം, ഏറ്റവും നല്ല പ്രസിഡൻ്റായിട്ടിരിക്കും. അതിനൊക്കെ വലിയൊരു പ്രസിഡൻ്റൊന്നും ഇന്നുമല്ല. ഈ ട്രംപ് എന്നൊക്കെ പറഞ്ഞാൽ പോട്ടെ. അതിന് മുമ്പൊക്കെ ഒത്തിരി നല്ലവരായിരുന്നു ഇത്. ഇപ്പം നിലവിൽ വർഗീയതയുടെ ജാതിയാണ്. ഇപ്പം ഈ എന്താ ഈ പറയുന്നത്, ഈ നമ്മുടെ പട്ടാളക്കാരെയൊക്കെ ക്രൂരമായിട്ട് ഇങ്ങനെയൊക്കെ ലിംഗവും അതും ഇതൊക്കെ ഛേദിച്ചൊരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യ എങ്ങാണ്ട് 77 കൊല്ലമായുള്ളൂ. നമ്മുടെ ഇന്ത്യൻ നമ്പർ 1 ആകാൻ പോവാ. ഇന്ത്യൻ എയർലൈൻസിന് നിങ്ങൾ വിചാരിക്കുക, ഇന്ത്യൻ എയർലൈൻസിനെ കുറിച്ചൊരു തകർന്നപ്പം ഒരു നെഗറ്റീവ് ഇട്ട ഒരു യൂട്യൂബ് പോസ്റ്റിൽ ഒരേ കാസ്റ്റുകാരാണ്. ഇത്ര മാറിയ എയർലൈൻസ് ഇല്ല ഇന്ത്യൻ എയർലൈൻസ്. അതെല്ലാം 90% നെഗറ്റീവ് കമൻ്റ് ഇട്ടത് ഒരേ ജാതിക്കാരാണ്. എന്താ കാര്യമെന്നറിയോ? എന്താ കാര്യം? അവരുടെയൊക്കെ അതിനകത്ത് ബുക്ക് ഓഫ് ഫ്രോഡുകളും വ്യക്തമായിട്ട് അവൻ്റെ നമ്പർ പോലും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒന്നും കൊടുക്കാതെ ഒരേ ജാതിക്കാർ. കാരണം ഏകദേശം 2000 മെസ്സേജസ് ഉണ്ടായിരുന്നു കമൻസിൽ. ഞാനൊരു 150 നോക്കിയപ്പോൾ എന്തിനാണ് ഇതൊക്കെ? നിങ്ങളുടെയൊക്കെ സ്വാർത്ഥതയൊന്നും ഇതിനകത്തൊന്നും വെച്ച് പുലർത്തണ്ട. കാരണം ഇത് ഇച്ചിരി എപ്പിസോഡ് നീണ്ടുപോകും. കാരണം എന്ന് പറഞ്ഞാൽ തൊഴിൽ ബേസിലൊന്നുമല്ല കാസ്റ്റ് ബേസ് ചെയ്യുന്നത്. യേശുവും തച്ചനായിരുന്നു. യേശുവിൻ്റെ വംശം ജൂതൻ ആയിരുന്നു. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എന്താ? 500 കൊല്ലം യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റാണ്. 500 കൊല്ലം ശേഷം എഴുതി ഉണ്ടാക്കിയാണ് ഈ ബൈബിൾ. ആ ബൈബിളിലുള്ള ഭൂമി ഉരുണ്ടതാണെന്ന് അംഗീകരിച്ചിട്ട് എങ്ങാണ്ട് 20 കൊല്ലം പോലും ആയിട്ടില്ല. ഭൂമി പരന്നതായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അതിനുവേണ്ടി കൊന്നിട്ടുണ്ട് ഭൂമി ഉരുണ്ടതെന്ന് പറഞ്ഞ ആൾക്കാർ. ഈ പെരുന്തച്ഛൻ്റെയൊക്കെ വലിയൊരു തച്ചനുണ്ടായിട്ടുണ്ടോ? എടോ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ഏകദേശം ഒരു 15,000 വർഷം മുമ്പ് മൊത്തം ഗോത്രവർഗ്ഗക്കാരായിരുന്നു. ഗോത്രവർഗ്ഗക്കാരെന്ന് പറഞ്ഞാൽ കുറേ മനുഷ്യർ അവിടെ ഇവിടെ അലഞ്ഞിരിഞ്ഞ് ജീവിക്കുമായിരുന്നു, ഗോത്രങ്ങൾ. എന്നിട്ട് അത് പരിണാമ സിദ്ധാന്തമോ ദൈവ സിദ്ധാന്തമോ ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ് സത്യമായിട്ട് അംഗീകരിക്കണം. ഗോത്രവർഗ്ഗങ്ങൾ വന്നപ്പോഴത്തേനും അതിനകത്ത് ആരോഗ്യമുള്ളവൻ, പെണ്ണുങ്ങളും ആണുങ്ങളും ഒന്നിച്ച് യുദ്ധം ചെയ്യുന്ന കാലം ഉണ്ടായിരുന്നു. പെണ്ണുങ്ങളും ആണുങ്ങളും
ഈ പെണ്ണുങ്ങൾക്ക് പ്രസവം എന്നും പറഞ്ഞൊരു വിഷയമുണ്ട്. അവരാണല്ലോ ലൈംഗികത്തിലൂടെ കുഞ്ഞുങ്ങളെ ഉണ്ടാകും. അപ്പോൾ അവർക്കൊരു 10 മാസം റെസ്റ്റ് വന്നപ്പം അവർ കുറേ ആരോഗ്യപരമായിട്ട് പിന്നോട്ടായി. അപ്പം സ്വാഭാവികമായിട്ടും അവർ കുട്ടികളെ സംരക്ഷിക്കാനിരുന്നു. കുട്ടികൾക്ക് മുല കൊടുക്കണം അങ്ങനെയൊക്കെ. അപ്പോൾ ആണുങ്ങൾ പോയി വേട്ടയാടാൻ പോകും. ഇവരെ ഒന്നിച്ച് വേട്ടയാടാനൊക്കെ പോയ ചരിത്രമുണ്ട്. ചരിത്രമല്ല, ഒരു 15,000 20,000 30,000 എന്ത് വർഷം ആയിക്കോട്ടെ, 1.5 ലക്ഷം വർഷമല്ലേ ഉള്ളൂ മനുഷ്യനെ ഉണ്ടായിട്ട്. എന്നിട്ട് അപ്പോൾ ഈ സംരക്ഷിക്കാൻ വേണ്ടി കുട്ടികളെ നോക്കാനും 15 ഈ ആണുങ്ങൾ പോയി വേട്ടയെടുക്കും. ഏറ്റവും ആരോഗ്യമുള്ളവൻ രാജാവായി. ഏറ്റവും ഗോത്രവർഗത്തിൻ്റെ കാര്യം പറഞ്ഞത്. എന്നിട്ട് ഇവർ പെണ്ണിനും ഒക്കെ വേണ്ടി ഇവർ മൽപ്പിടുത്തം നടത്തി. അതിലേറ്റവും മൽപ്പിടുത്തം നടത്തി ഏറ്റവും ആരോഗ്യമുള്ളവൻ രാജാവായി. അവരാണ് ഈ ക്ഷത്രിയർ എന്ന് പറയുന്ന മക്കൾ. ഇവരെല്ലാം ഊമ്പിച്ചുണ്ടാക്കിയവനാണ് ഈ ബ്രാഹ്മണൻ. കാരണം ഇവർക്ക് എന്നാന്ന് പറയുക, തീയ്, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ ഒന്നും ഇവർക്കറിയില്ല. അവരുടെ മണ്ണിനെയും മരത്തിനെയും തീയെയും സൂര്യനെയും ചന്ദ്രനൊക്കെ ദൈവമാണെന്നാഗ്രഹം. ചന്ദ്രനിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ കുണ്ടും കുഴിയുള്ള, ചന്ദ്രനെ പോയി തിളങ്ങുന്ന നിൻമുഖം എന്നൊക്കെ പറഞ്ഞ കാലമില്ലേ. ഇപ്പോൾ ചന്ദ്രൻ്റെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ കവിത പോലും ഉപയോഗിക്കുകയില്ല. കാരണം കുണ്ടും കുഴി ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ മുഖം പറ്റുമോ. അപ്പം ഇവന്മാരേറ്റവും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിഡ്ഢികളാണ്. പൊട്ടനുണ്ടെങ്കിൽ അവൻ ജഡ്ജിയായിരിക്കുമെന്ന്. കാരണം അവർക്ക് തത്വസംഹിത അനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ അവരെന്ത് ചെയ്തു, അവർ സംസ്കൃതം അതൊക്കെ പഠിച്ച് അവർ ഹാം ക്രീം ക്രൂങ്ക് എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചു. അത് അങ്ങനെ വരും. പിന്നെ വൈശ്യരെന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ഇച്ചിരി ഇറച്ചിയൊക്കെ കിട്ടി ഉണക്കിയൊക്കെ വിറ്റ് അങ്ങനെയൊക്കെ വിറ്റ് അവർ ബിസിനസ്സിലേക്ക് പോയി. അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ കുറേ വിഭാഗങ്ങൾ. ഇവർ എന്നാ ചെയ്തു, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ അവരധ്വാനിച്ചു. അപ്പോൾ അവരധ്വാനിക്കുന്നതുകൊണ്ട് അവർ കറുത്തായി. ഇനി കറുത്തും വെളുപ്പമൊന്നും പറഞ്ഞ് കറുത്തായി പോയി ചൂടത്ത് കഷ്ടപ്പെട്ട് ബ്രാഹ്മണനെ ഊമ്പിച്ചത് മൊത്തം. അപ്പം ക്ഷത്രിയൻ ഭരിച്ചു. ക്ഷത്രിയനിലൊക്കെ ഇച്ചിരി നന്മയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അവൻ അവരുടെ രാജ്യത്തെ അങ്ങനെ രാജ്യം രൂപപ്പെട്ടു. ഒരു ചെറിയ ഗോത്രങ്ങൾ രൂപപ്പെട്ടു. രാജ്യങ്ങളായി അതിനെ സംരക്ഷിച്ചു. ഈ ഗോത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറും ഷാജഹാനും അങ്ങനെ ഒത്തിരി നല്ലവർ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഷാജഹാൻ തീർത്തൊരു രംഗഭൂമി എന്നൊക്കെ പറഞ്ഞത് ഈ താജ്മഹൽ പണിതു. ഷാജഹാന് മുംതാസിന് വേണ്ടി താജ്മഹൽ പണിതു. മുംതാസിന് വേണ്ടി താജ്മഹൽ ഏറ്റവും വലിയ ലോകാത്ഭുതങ്ങൾ 7ാമത്തെ കണ്ട് അത്. കാരണം പ്രേമത്തിൻ്റെ വീട്, ഒരിക്കലും പ്രേമത്തിൻ്റെ വീടായിട്ട് താജ്മഹൽ കാണരുത്. കാരണം അയാൾക്ക് എങ്ങാണ്ട് ഒരുപാട് പെണ്ണുപിള്ളമാരുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും സാർത്ഥമതിയായ 6ാമത്തെ ഭാര്യയായിരുന്നു ഈ മുംതാസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു ഈ ഷാജഹാൻ. ബാക്കി ഭാര്യമാരെല്ലാം അവോയ്ഡ് ചെയ്ത് ഏകദേശം 18 വർഷം കൊണ്ട് ഒത്തിരി അടിമകളെ വെച്ച് പണിത് ശമ്പളവും കൊടുക്കാതെ, എന്നിട്ട് അത് പണിത് അതിൻ്റെ തച്ചന്മാരുടെ എല്ലാം വേള് വെട്ടിക്കളഞ്ഞ് വെച്ച് ഇരുന്ന് പണിതാണ്. ഒത്തിരി ശാപം കിട്ടിയ സാധനമാണ്. അയാൾക്ക് 8 9 10 18 20 ഭാര്യമാരുണ്ടായിരുന്നു. അതാണ് പ്രേമകുടീരം. അപ്പോൾ ബാക്കി ഭാര്യമാരൊന്നും പ്രേമിച്ചിട്ടില്ല. ബാക്കി ഭാര്യമാരിലൊന്നും കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ലേ. ഈ മുംതാസിൻ്റെ അതിസ്വാധീനം കൊണ്ട് മരിക്കാൻ നേരത്ത് പറഞ്ഞു, ഈ മുംതാസിൻ്റെ എന്തോ സംഭവം കൊണ്ട് കൂടുതൽ ഇഷ്ടമായിരുന്നു. മുംതാസ് പറഞ്ഞു എനിക്ക് കുടീരം പണിയണമെന്ന്. അങ്ങനെയാണ് അത് പണിത്. അതൊന്നും പ്രേമകുടീരമൊന്നുമല്ല. അയാളെ ഈ ഷാജഹാനെ സ്നേഹിച്ച ഒരുപാട് ഭാര്യമാരായിക്കൊണ്ടായിരുന്നു. ഷാജഹാൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചവരില്ല. അവരൊന്നും അയാൾ തിരിച്ചു നിൽക്കില്ല. ഇവൾക്കായിരുന്നു ഭയങ്കര സ്വാധീനം. അത് പ്രേമകുടീരമല്ല. ഇപ്പം ലോകം അഭിമുഖീകരിക്കുന്നത് പക്ക തീവ്രവാദമാണ്. ഇന്ത്യൻ എയർലൈൻസിനെ ഒക്കെ തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് അതിൻ്റെ ചരിത്രം അറിയോ? അതായത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻസിൽ 1ാമത് ചൈനയാണ്, 2ാമത് ചൈനയാണ്. 10 എയർലൈൻസാണ്. 3ാമതും ചൈനയാണ്, 4ാമത് ജപ്പാനാണ്, 5ാമത് അങ്ങനെ ഓരോരോ രാജ്യങ്ങളാണ്. എങ്ങാണ്ട് ആദ്യത്തെ 10-1 ഇന്ത്യയില്ല. കാരണം അവർക്കൊക്കെ 900, ചൈനയുടെ ആദ്യത്തേൽ 900 വിമാനങ്ങളുണ്ട്. 2ാമതും 850 ഉണ്ട്. 3ാമത് 750 ഉണ്ട്. അപ്പോഴാണ് ഈ തകർന്നു കിടന്ന ഇന്ത്യൻ എയർലൈൻസ് ടാറ്റ മേടിക്കുന്നത്. ടാറ്റ മേടിക്കുക എന്ന് പറഞ്ഞാൽ ടാറ്റ
ഒരു കാലത്ത് ഈ നെഹ്റു കുടുംബക്കാർ ഇന്ത്യ എങ്ങ് വിലയ്ക്ക് എന്നാണ് ബ്രിട്ടനോട് പറഞ്ഞാണ്. അതുപോലെ തന്നെ ടാറ്റ എന്ന് പറഞ്ഞ ഇന്ത്യക്കാരനായ വ്യക്തി പറഞ്ഞാണ് ഇന്ത്യ എങ്ങ് വിലയ്ക്ക് എന്നേരം ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തോളാമെന്ന്. ഈ നായൻ്റെ മക്കൾ ബ്രിട്ടീഷുകാരൊന്നും അത് സമ്മതിച്ചില്ല. ആ ആ ടാറ്റയാണ്. ജെ.ഡി. ടാറ്റ എന്ന് പറഞ്ഞ ആൾ വാടകയ്ക്കാണ് താമസിച്ചത്. അയാളുടെ വീട്ടിൽ വേലക്കാരില്ലായിരുന്നു. കാരണം അയാൾ വയസ്സാകുന്നോടം വരെ അയാൾ തന്നെത്താണ് ചായയും കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചത്. അയാൾ വാടകയ്ക്കാണ് താമസിച്ചത്. അത് എത്ര ആയിക്കോട്ടെ, 4,00,000 രൂപ ആയിക്കോട്ടെ വാടകയ്ക്ക്. അയാൾക്കില്ലാത്ത അയാൾ ഇപ്പം ഈ ടാറ്റയുടെ 3-4 എസ്റ്റേറ്റിൽ എല്ലാവരും സംസ്ഥാന സർക്കാരും പ്രതിപക്ഷം എല്ലാം ടാറ്റ കമ്പനിയെ അനുകൂലിക്കാൻ കാരണം എന്ന് പറയുമോ, ആ ടാറ്റ കമ്പനിയുടെ പകുതി ലാഭമാണ് ഇന്ത്യക്ക് കൊടുക്കുന്നത്. അല്ലാതെ ടാക്സ് വെട്ടിക്ക് 1 രൂപയുടെ ടാക്സ് ടാറ്റ വെട്ടിക്കുകയില്ല. ഏറ്റവും നല്ല ചികിത്സാ രീതി ഏറ്റവും നല്ലപോലെ സംരക്ഷിക്കുന്നത് ആ ടാറ്റയ്ക്കെതിരെ ടാറ്റ പറഞ്ഞു കൊടുത്തേക്കാൻ പറഞ്ഞു. അവിടുത്തെ ഇവരെല്ലാം എല്ലാ ആനുകൂല്യം കൊടുത്തേക്കാൻ പറഞ്ഞു. അതുകൊണ്ട് കേരളത്തിൽ മൊത്തത്തിൽ 325 രൂപ ഉള്ളവർക്ക് എല്ലാവർക്കും 525, 600 രൂപയായി. ടാറ്റയ്ക്ക് അങ്ങനെയൊന്നുമില്ല, ടാറ്റയുടെ പകുതിയിലാവും. ആ ടാറ്റ ഈ ഇടയ്ക്ക് എങ്ങാണ്ട് ഉരുൾപൊട്ടലുണ്ടായപ്പം കൊടുത്തത് 1,500 കോടിയാണ്. എന്നിട്ട് ഈ ടാറ്റയുടെ ചെയർമാൻ പറഞ്ഞതെന്ന് പറയാം, എൻ്റെ സ്വത്ത് മൊത്തം കൊടുക്കുമെന്ന്. പിന്നെ അംബാനി, അദാനി, കോപ്പം എന്നൊക്കെ പറയും. അവരുടെയൊക്കെ 13 ലക്ഷം കോടിയാണ് അംബാനിയുടെ ആസ്തി. 13 ലക്ഷം കോടി ഡോളറോ എനിക്കറിയില്ല. പക്ഷേ ഈ ടാറ്റ എങ്ങാണ്ട് 6ാമത് ധനികനാണ്. ഈ ടാറ്റ ദാനം കൊടുത്ത മാത്രം ധനമുണ്ട് 13 ലക്ഷം കോടി. അതായത് ഈ അംബാനിയുടെയൊക്കെ ഈ ടാറ്റയുടെ സ്വത്തുക്കളെല്ലാം ടാറ്റയുടെ തന്നെയാണ്. അത് ഇന്ത്യ കൊണ്ടുപോയാലും ടാറ്റയ്ക്ക് വിഷയമൊന്നുമില്ല. അവരാരും സുഖിമാന്മാരായിട്ടല്ല ജീവിക്കുന്നത്. പക്ഷേ ഈ അംബാനിയുടെയൊക്കെ സ്വത്തിൻ്റെ 3 ഇരട്ടി കടമെടുത്ത് വച്ചിട്ടുണ്ട് ലോകത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ. അതായത് നിലവിൽ ഈ അംബാനിയൊന്നും 1 രൂപയുടെ സ്വത്തുകാരനല്ല. അതായത് എൻ്റെ വീട് ജപ്തി ചെയ്തു പോയാൽ എനിക്ക് ഇരിക്കാൻ നോക്കുമല്ലേ, എനിക്കൊരു സ്വത്തും ഇല്ലാത്തവനാണ് കേട്ടോ. ഈ അംബാനിയൊക്കെ തീർന്നു പോയ അംബാനിയുടെ സ്വത്തിൻ്റെ 3 ഇരട്ടി 4 ഇരട്ടി ഞാൻ അടിസ്ഥാനപരമായിട്ട് ഒരു അന്വേഷിച്ച് നോക്കിക്കോളൂ. 1 രൂപയുടെ സ്വത്ത് ഇവർക്കൊന്നുമില്ല. പിന്നെ അത് പണ്ടൊരു നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു നല്ല പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി വീണുപോയ കാലത്ത് ഈ അംബാനി സപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുള്ള നന്ദി എന്തോ. പക്ഷേ ഈ അംബാനി ഇന്ത്യ ചതിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഇന്ത്യ അദാനിയൊന്നും. കാരണം ഇവരൊക്കെ ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ നോക്കുക. അന്നേരത്താണ് ഇന്ത്യൻ എയർലൈൻസ് ഈ ടാറ്റയും അംബാനി അദാനിയൊന്നും എന്തിനാ ജിയോയെ കുറ്റം പറയുന്നത്? ജിയോ അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി അവൻ അത് രീതി ഇതൊക്കെ ചുമ്മാ ഒരുത്തൻ രക്ഷപ്പെട്ട് കഞ്ഞി കുടിക്കുന്നതുകൊണ്ട് എല്ലാവരും അസൂയ. അവനൊക്കെ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ജിയോ തന്നെയല്ലേ എല്ലാവരും ആശ്രയിക്കുന്നത്. ഈ ജിയോ എന്തിനാശ്രയിക്കുന്നത്? എന്നാൽ പിന്നെ അത്ര വിരോധമാണെങ്കിൽ ഈ ജിയോയെ വിളിച്ചേച്ച് ഭയങ്കര തത്വശാസ്ത്രം പറയാം ജിയോ തെറ്റാണെന്ന്. ജിയോയെ തന്നെ വിളിക്കുന്നത്. ജിയോ ഈ ഞാൻ പറയല്ലോ, സർക്കാരിൻ്റെ BSNL പോലും അഹങ്കാരമാണ്. ഞാൻ ക്യൂ നിന്നിട്ടുണ്ട് ഒരു കാലത്ത് ഒരു സിം എടുക്കാൻ വേണ്ടി. ഈ ജിയോയും ഐഡിയയൊക്കെ വന്നാൽ പിന്നെ എല്ലാവരും അഹങ്കാരമൊക്കെ കുറഞ്ഞത്. എന്നിട്ട് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഉദ്യോഗസ്ഥരുടെ ഭയങ്കര അഹങ്കാരമായിരുന്നു. അപ്പം അതങ്ങനെ. ഈ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ചൈനയും പാകിസ്ഥാനും ഈ ശ്രീലങ്കയും ഈ നേപ്പാൾ സഹിതമുള്ളവരും ഈ കുറേ രാജ്യങ്ങൾ കൂടി ചുറ്റുമുള്ള രാജ്യങ്ങളെ കൂട്ടി ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യയുടെ എയർലൈൻസ് വരുന്നു. 570 വിമാനമാണ് ഈ എയർ ഇന്ത്യ ബുക്ക് ചെയ്ത് ഈ ടാറ്റ എടുത്തേക്കുന്നത്. അതായത് നമ്പർ 1 ആവും 2-3 കൊല്ലം കൊണ്ട്. അന്നേരം അവനൊക്കെ ഇന്ന് തന്നെ ഏതാണ്ട് ലേസർ അടിച്ചു ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട ഒരു വൈമാനികൻ്റെ കണ്ണിലേക്ക്. അത് ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ട ദൈവത്തെ വിശ്വസിക്കുന്നു. ഞാൻ മതവിശ്വാസമൊന്നുമല്ല, ഭയങ്കരമായിട്ട് പ്രപഞ്ചശക്തിയെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ തുറന്ന് പറയേണ്ട ഒരു അവസ്ഥ. ഇതിപ്പോൾ തന്നെ 19 മിനിറ്റ് ആയുള്ളൂ. ആകട്ടെ. ഇന്ത്യയെ തകർക്കാൻ ഇസ്രായേൽ ചെയ്യുന്നെന്താ? ഇസ്രായേലിൻ്റെ 14 കുഞ്ഞുങ്ങളെ കഴുത്തറുത്ത് കൊന്നേച്ച് അവർ തിരിച്ചടിച്ചാണ്. അവർ വേറെ ആർക്കുമല്ല, ഹമാസ് എന്ന് പറഞ്ഞ അമ്മാർക്ക് എന്താ നേർമയുള്ളത്? ഇപ്പോൾ അൽഖ്വയ്ദ ഞാൻ പറഞ്ഞല്ലോ, ഒരു അമേരിക്കൻ റിട്ടയർഡായ വനിത പറഞ്ഞു അൽഖ്വയ്ദ പ്ലാൻ ഇടുകയാണ്. അവർ ഈ 2 കപ്പൽ മുങ്ങിയതിൻ്റെ ഈ കത്തുന്നതിൻ്റെ ഒക്കെ കാര്യമൊക്കെ അറിയണം. ഇപ്പോൾ ഇതേ കണ്ടുപിടിച്ച്. ഞാനൊരു 10 ദിവസം മുമ്പ് ഇട്ടതാണ്. ഈ വേടൻ്റെ കോപ്പൊക്കെ കാണാൻ ആളുണ്ട്. ഞാൻ ഇട്ടാണ് ഇത്
ഭയങ്കരമായിട്ട് ഇന്ത്യക്കെതിരെ എയർലൈൻസിനെ താർക്കാനാണ്. എന്നിട്ട് കുറേ അവന്മാർ കുറേ അങ്ങോട്ട് ഇന്ത്യൻ എയർലൈൻസിനെതിരെ. എന്നാൽ പിന്നെ ഇവനൊക്കെ വേറെ വിമാനത്തിൽ പോയാനാ. ഇന്ത്യൻ എയർലൈൻസ് നമ്പർ 1 ആവും. അതായത് ചൈനയുടെയാണ് ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, 10-1. പിന്നെ ഉള്ളതൊക്കെ ബ്രിട്ടൻ്റെയും അമേരിക്കയുടെ ഒക്കെ ആണത്. ഇന്ത്യ 10-1 ഇപ്പം ഒന്നാമതെത്തും. സൈനിക ശക്തിയിൽ ഏകദേശം 4-മതായിരുന്നു ഇന്ത്യ. ഇപ്പം 3-മതായി. ഈ മൂന്നാമതായി. റാങ്കിങ് ഒന്നും വന്നിട്ടില്ല. 3-മതായി സൈന്യശക്തി. ഇന്ത്യയുടെ ആയുധങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ഇന്ത്യയുടെ ആയുധം മേടിക്കാൻ തുടങ്ങി. ചൈനയുടെ ഒരുമാതിരി ചൈന സെറ്റാണ്. ഈ ലോകത്തിലെ എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾക്ക് ഈ ലോകം മൊത്തം പറഞ്ഞ ചൈന സാധനം ഒന്നാണ്. എപ്പോൾ പോവാം, എപ്പോൾ അടിച്ചു പോവാം. ബൾബ് പോലും ആ സാധനമായിരുന്നു ഈ ബോംബൊക്കെ. 3-മതായി ഇന്ത്യ. ഇന്ത്യയുടെ അടുത്ത് 12 രാജ്യങ്ങൾ വന്ന് ആയുധത്തിന് നിൽക്കുകയാണ് സാമ്പത്തികമായിട്ട്. പിന്നെ ഇന്ത്യ അങ്ങോട്ട് തകർന്ന എവിടെയെങ്കിലും ഈ കക്കൂസിനകത്ത് കക്കൂസ് സ്വന്തമായിട്ട് പണിത് ചൈനകത്ത് കൊണ്ടുവച്ച് ക്യാമറ വെച്ച് ഇതാണ് ഇന്ത്യയിലെ കക്കൂസ് എന്ന് പറയണ്ട. ഇന്ത്യയൊക്കെ നല്ല രീതിയിലൊക്കെ തന്നെയാണ് പോകുന്നത്. അതെന്നാന്ന് പറയുക, ശത്രുക്കൾ പറയുന്നത് ഇന്ത്യ പട്ടിണി കിടക്കുന്നതിനെ പറയടൂ. ഇന്ത്യയിൽ ഒരിക്കലും പട്ടിണി കിടക്കുന്നത്. അന്നേരമാണ് ഇവിടെ രാഷ്ട്രീയം വളർത്താൻ വേണ്ടി കണ്ട ശ്രീലങ്കക്കാരൻ വേടൻ്റെയൊക്കെ അമ്മയൊക്കെ ഒരു വീട്ടിൽ ജോലി ചെയ്യുന്നു. അവർ ഭംഗിയായിട്ട് വളരെ ആഹാരം കൊടുത്തും വസ്ത്രവും കൊടുത്തും ഈ വേടനുള്ള മൊത്തം കൊടുത്തുമാണ് അവനെ വളർത്തിയത്. അവനെങ്ങാണ്ട് 13-ാം വയസ്സിൽ അവൻ കഞ്ചാവ് അടിച്ചു തുടങ്ങി. അവൻ മദ്യപിച്ചു തുടങ്ങി. അവൻ പുക വലിച്ചു തുടങ്ങി. അവന് സ്ത്രീകൾ പലരും ആലോപിച്ചു. ഇതിനകത്ത് പൊലയനും പറയനും ഒന്നുമില്ല. കാരണം ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഗോത്രവർഗ്ഗക്കാർ. ആ ഗോത്രവർഗ്ഗക്കാർ ഇങ്ങോട്ട് വന്നു. ഏറ്റവും നല്ലപോലെ പാടുന്നവർ, എഴുതുന്നവരെല്ലാം അവരിലുള്ളതാണ്. പിന്നെ ഈ വയലാറെന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അയാൾ പൂണൂരൂരിക്കളഞ്ഞ് വെച്ചാൽ അയാൾ നിരീശ്വരവാദി. അയാൾ എഴുതിയ ദൈവഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ, അയ്യപ്പനെക്കുറിച്ചൊക്കെ എഴുതിയത് അതിനേക്കാൾ കൂടുതലൊന്നുമില്ല. പിന്നെ ഇതൊക്കെ പറയുന്നു. വാത്മീകി രാമായണം. വാത്മീകി ആരായിരുന്നല്ലോ? വ്യാസ മഹാഭാരതം. ആരായിരുന്നു ഈ വ്യാസൻ? പിന്നെ ഇങ്ങനെയൊന്നും പറയരുത്. ഇപ്പോഴും ഈ വിഡ്ഢികളാണ് ബ്രാഹ്മണന്മാർ. വിഡ്ഢികൾ എഴുതിയ പുസ്തകത്തിൻ്റെ എഴുതി വെച്ച് എന്നെ ഇന്ന് വിളിച്ച് ചോദിച്ചതാണ് എന്നോട്, തീർച്ചയായിട്ടും അങ്ങനെ എഴുതില്ലേ? ഞാൻ ചോദിച്ചതിനൊന്നും മറുപടിയില്ല. ഞാൻ പറഞ്ഞു നിന്നെ ഞങ്ങളെക്കുറിച്ച് നാക്കിയില്ലേ? ഒരു കുടുംബത്തിൽ ഒന്നിച്ച് ആഹാരം കഴിച്ച് ജീവിച്ചവനെ. ഇവൻ്റെയൊക്കെ ഉദ്ദേശം വേറെയാണ്. ഇവൻ 3 പാട്ട് എഴുതിയിട്ടുണ്ട്. ഏതാണ്ടിലൊന്നിൽ തല കാണിച്ചിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഇവൻ ഇനി എഴുതും. വേണ്ട, എന്നെ വഴി തടഞ്ഞു നിർത്തി ചോദിച്ചു. എന്നാൽ എഴുതി കാണിക്കടാന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഈ 25 ഷോർട്ട് ഫിലിമും 2-3 ഡോക്യുമെൻ്ററിയും ചെയ്തതാണ്. അതിൻ്റെ എല്ലാം സ്ക്രിപ്റ്റ് ഏകദേശം 90% ഞാൻ എഴുതി കാണിക്കാം ഇവനെ എഴുതുന്നതിനേക്കാൾക്ക്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഇട്ടത്. അത് പ്രൊമോട്ട് ചെയ്യില്ല. ഇന്ത്യ ഗവൺമെൻറ് നല്ല രീതിയിലാണ് പോകുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ കാര്യം തന്നെ പറയാം. നല്ല രീതിയിൽ ഭരിക്കുന്ന ഒരു സർക്കാർ. കേരള സർക്കാർ നല്ല രീതിയിലാണ് ഭരിക്കുന്നത്. എനിക്ക് എന്നെ ഒക്കെ പോട്ടെ, രാഷ്ട്രീയം. പക്ഷേ അതിൽ ലോക്കൽ നേതാക്കന്മാർ കാണിക്കുന്ന, അത് എല്ലാവരും അല്ല കേട്ടോ, ലോക്കൽ നേതാക്കന്മാർ. ഒരു പാർട്ടി വളരണമെങ്കിൽ ഇവിടെ ഒരു ശിവസേന എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു പണ്ട്. ഈ കുമളിയിലുണ്ടായിരുന്നു, തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ആ ഭുവൻജിയൊക്കെ നല്ല ആൾക്കാരാണ്. ഈ കുമളിയിൽ ശിവസേനയിൽ 10-24 പേര് വെച്ച് കമ്മിറ്റിയൊക്കെ കൂടി. അപ്പം എന്നിട്ട് പക്ഷേ അതും വളർന്ന് കണ്ടിട്ട് ഈ ഖൈത്രി എന്ന് പറഞ്ഞൊരാളിനെ അതിൻ്റെ നേതൃത്വത്തിലാക്കി. അയാളുടെ വീടും ഒരു മുറിയൊക്കെ കൊടുത്തു. അതായത് നമ്മൾ വളർന്നു വരുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ തലവത്ത് ഒരാളെ കൊണ്ടിരുത്തിയാൽ മതി. കെട്ടവനാണെങ്കിൽ ആ പ്രസ്ഥാനം തകർന്നു പോകും. അത് മതി, അത് തീരാൻ. ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. ബെന്നി എന്നും പറഞ്ഞ് വേറൊരു രാഷ്ട്രീയപാർട്ടി, അത് അവിടെ കൊണ്ട് നിന്നു പോവും. നല്ലവരാണെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടും ഒക്കെ കാണും, അത് വളർന്നു പോവും. അതായത് ഞാൻ ഈ ഇടയ്ക്ക് മെഡിക്കൽ കോളേജിൽ കിടന്നപ്പം ഞാൻ വീണ ജോർജ് മാഡത്തിനെ വിളിച്ചിരുന്നു. ഞാൻ വിചാരിച്ചു ആരായി എടുക്കുന്നത്. ഞാൻ ചോദിച്ചു വീണ ജോർജ് മാഡത്തിൻ്റെ ഓഫീസല്ലേ? പക്ഷേ മാഡം തന്നെയാണ് എടുത്തത്. എനിക്ക് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു.
അന്നേരം അവരത് ഇടപെട്ടറിയാവോ, അവിടുത്തെ സൂപ്രണ്ട് ഇടപെട്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൽ. അതുപോലെ തന്നെ അത് രാഷ്ട്രീയ ബേസിലില്ല, ഏഷ്യാനെറ്റിൻ്റെ ജില്ലാ ലേഖകനായ സന്തോഷ് സാറ് ഇടപെട്ടു. സന്തോഷ് സാർ ഇടപെട്ടു. എനിക്കവിടെ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പരിഗണന വേണ്ട, ആരോടും വിരോധമില്ല. കാരണം എൻ്റെ ഒരു ടെസ്റ്റ് എഴുതാൻ എൻ്റെ 2000 രൂപയുള്ളൂ. ഞാൻ ഏകദേശം 12,000 രൂപയുടെ ടെസ്റ്റ് നടത്തി കഴിഞ്ഞു. അതെല്ലാം അവിടെ ഇല്ലാത്ത ടെസ്റ്റുകളാണ് കേട്ടോ, അവിടെ ഒന്നും എന്നെ ചീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഒരു ലാബിൽ കൊടുത്ത് എനിക്ക് 1800 രൂപ ഞാൻ പിന്നെ കൊടുക്കാം, ഈ 2000 രൂപ. അപ്പോഴത്തേനും അവിടുത്തെ ഏതാണ്ട് ഒരു വലിയ ഉദ്യോഗസ്ഥൻ വിളിച്ചേച്ച്, ഉദ്യോഗസ്ഥനല്ല ലാബിൻ്റെ അധികാരി, രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ കെയർ ഓഫ് അതൊന്നും അവിടെ വെക്കാൻ പാടില്ല. അപ്പം അയാൾ പോലും അറിഞ്ഞില്ല, ഈ ജില്ലാ സെക്രട്ടറി ഒന്നും അറിഞ്ഞില്ല. അപ്പോഴത്തേനും അവിടുത്തെ ഒരുത്തൻ മാനേജർ അവൻ വിളിച്ചേച്ച് പറഞ്ഞ് കൊടുക്കണ്ട 1 രൂപ കുറഞ്ഞാലെന്ന്. പക്ഷേ സൂപ്രണ്ട് വിളിച്ച്, ഏഷ്യാനെറ്റിൽ നിന്ന് വിളിച്ചു, വീണ ജോർജ് മാഡം നേരിട്ട് ഇടപെട്ടു. ഞാൻ അതെന്താ ഇങ്ങനെയൊക്കെ ചാനലുകാർ, പത്രക്കാർ. നമ്മുടെ ഒന്നുമില്ല, അവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കുഴപ്പമൊന്നുമല്ല. 10,000 രൂപയ്ക്ക് വേണ്ടി രാവിലെ വന്നിരിക്കുന്ന ലാബിലിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊന്നും പറയരുത്, അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ടെക്നീഷ്യനൊക്കെ പഠിച്ചേച്ച്, അതൊന്നും പറയണ്ട. അവിടുത്തെ ഒരുത്തൻ മാനേജരോ എന്തോ ഒരുത്തൻ അവൻ പറഞ്ഞ് ചെയ്യേണ്ടെന്ന്. പക്ഷേ എനിക്ക് ആ ടെസ്റ്റ് ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. വേണ്ട, എനിക്ക് ആരുടെ ഔദാര്യം വേണ്ടെന്ന് പറഞ്ഞ് ഞാനത് ചെയ്ത്, ഞാൻ അങ്ങനെയാണ് ജീവനോടെ അത് വന്നത്. ഞാൻ ഓക്സിജൻ മാസ്ക് ഇട്ട് കിടന്നവനാണ്. അപ്പം ഈ മന്ത്രിമാർ ചെയ്ത എല്ലാം നല്ലതാണ്, ഒരുപാട് നല്ല. പെൻഷനൊക്കെ ഇനി നോക്കിയോ 2,500 രൂപ തന്നെ ആക്കിയിട്ടേ ഈ ഭരണം ഇറങ്ങുകയുള്ളൂ. അടുത്ത ഭരണം ആര് വരും ഏത് വരും അതൊന്നും എനിക്കറിയില്ല. പഞ്ചായത്ത് ബേസിലാണെങ്കിലും പ്രസിഡൻറ്റും ഒക്കെ നല്ലവരാണ്. പക്ഷേ ഈ ലോക്കൽ നേതാക്കന്മാരുടെ വിചാരം നമ്മളിനി അധികാരത്തിൽ കയറില്ല, അതുകൊണ്ട് മൊത്തം പൈസ ഉണ്ടാക്കാം. ഫ്രാങ്കായിട്ട് വേണേൽ പൈസ സമ്പത്ത് ഇതൊക്കെ നോക്കുന്നത് ലോക്കൽ നേതാക്കന്മാർ. പക്ഷേ ഈ ഞങ്ങളുടെ ഈ നാട്ടിൽ തന്നെ എന്നെ സഹായിച്ച ഒത്തിരി പേരുണ്ട് കേട്ടോ. സിദ്ദിഖ്, പ്രജീഷ്, കബീർ, ഞാൻ എടുത്തെടുത്ത് പറയാം, ഇതെല്ലാം തുറന്ന് പറയണം. കബീർ, രാൻ, പിന്നെ ദേവസ്യ, അങ്ങനെയൊക്കെ കുറേ പേരൊക്കെ, വേളാങ്കണ്ണി, ഇവരൊക്കെ എന്നെ ഇവിടെ സഹായിച്ചവരാണ്, എന്നെ ശത്രുവായിട്ട്. പക്ഷേ എൻ്റെ ജീവിതം തകർത്ത ഒരു സിംസൺ എന്ന് പറഞ്ഞ ഒരാളുമുണ്ട്. പക്ഷേ അതൊന്നും പാർട്ടി ബേസിലൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒക്കെ ഞാനിതൊന്ന് പോസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും, എത്ര നേരമായാലും ഞാൻ പോസ്റ്റ് തന്നെ ചെയ്യും. ഇന്ത്യ നമ്മുടെ ഈ നാടല്ല, കേരളമല്ല, ലോകത്തിൽ നമ്പർ 1 ആകാൻ പോകുമ്പോൾ ഇവന്മാർ ശ്രമിക്കുന്ന മൊത്തം ഇന്ത്യ റെയിൽവേ തകർക്കുക. അതായത് വിഴിഞ്ഞം തുറമുഖം, ആ തുറമുഖം ഭയങ്കരമായിട്ട്, അത് അദാനിയുടെയാണ്. ഏറ്റവും ഇവിടെ ഉള്ളവരൊക്കെ, ഇവിടെ പലരും ഭയങ്കര ജാതി ബേസിലൊക്കെ കുത്തിയിരിപ്പ് ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ ജാതി ബേസിൽ തിരിച്ച് പള്ളിക്കാർക്ക് മനസ്സിലായി, മാർക്സ്വാദിക്ക് മനസ്സിലായി, കേന്ദ്ര സർക്കാർ മനസ്സിലായി, ജനങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ ലോകത്തൊന്നാമതാകുമ്പോൾ എല്ലാവരും പിന്മാറി. പക്ഷേ കുറേമാർ അതിൻ്റെ ഇടയ്ക്കൂടെ ഉണ്ടാക്കാൻ നോക്കി, ഒന്നും നടന്നില്ല. ഒരു ആവശ്യങ്ങളും ഇല്ലാതെ എല്ലാ അരയ സമൂഹത്തിൽപ്പെട്ടവരും പിന്മാറി. അവർക്ക് മനസ്സിലായി ഇന്ത്യ നമ്പർ 1. അവിടെയാണ് കൊണ്ട് 2 കപ്പലുമാരുണ്ടാക്കി വെച്ചേക്കുന്നത്, ഉണ്ടാക്കി താത്തി. പക്ഷേ ഇന്ത്യ ഒന്നും തോൽപ്പിക്കാൻ ഒരുത്തിനും പറ്റുകയില്ല. നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട്, ഞാൻ രാഷ്ട്രീയ ബേസിൽ പറയില്ല കേട്ടോ, ഞാൻ കാര്യമായിട്ട് പറയാം. ഇന്ത്യക്കൊരു പ്രധാനമന്ത്രിയുണ്ട്, ആ പ്രധാനമന്ത്രി ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുന്ന. എനിക്ക് ഈ വെല്ലുവിളിയൊന്നും എനിക്ക് വിഷയമൊന്നുമല്ല, എനിക്ക് ദോഷം വന്നാലും കുഴപ്പമില്ല. ഇന്ത്യ, ഞാൻ വിചാരിച്ച 6 കൊല്ലം എന്നാണ്, 2 കൊല്ലത്തിനാവും. ഇവിടെ ഇസ്രായേൽ പോയി അവന്മാരെ തകർക്കുന്ന മൊത്തം അവന്മാരുടെ ജിഹാദിനെതിരെയാണ്, തീവ്രവാദികൾക്കെതിരെയാണ്. ഈ ലോകം മൊത്തം നിൽക്കുന്ന ആർക്കും നമുക്ക് കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ തീവ്രവാദത്തിനെതിരെയാണ് നിൽക്കുന്നത്. തീവ്രവാദമാണ് ഇവിടെ ഈ പാകിസ്ഥാനിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ എന്നതാ പറയുക, അമേരിക്കയുടെ കാര്യമാണ് പറയുന്നത്. അവനൊക്കെ വിവരമില്ലാത്തവനാണ് അമേരിക്ക. അവരെയൊന്നും വിശ്വസിക്കാൻ ഒക്കെയില്ല. ഊണിലും ഉറക്കത്തിലും ഒരുപാട് തവണ എല്ലാവരെയും ചായ്ച്ചു അവന് രക്ഷപ്പെടണം, അവന് നന്നാകണം, അത്രേ ഉള്ളൂ. ഇന്ത്യ തകരുമെന്ന് പറഞ്ഞ് 2 വിട്ടിട്ട് പോയിട്ട് പാകിസ്ഥാനെ തകർന്നു പോയുള്ളൂ. ചൈനയിലൊക്കെ സാമ്പത്തിക അവസ്ഥ, ചൈനയിലൊക്കെ എന്നതാ ഭയങ്കര ഇതാ കോപ്പാന്നൊക്കെ പറയും. ചൈനയിൽ എന്നാ നടക്കുന്നതെന്ന് ആർക്കറിയാം? ഒന്നുമില്ല. ചൈനയൊക്കെ ഭയങ്കര ഗതികേടിലാണിപ്പം. ഇനി അവൻ്റെ ആയുധ കച്ചവടങ്ങളൊക്കെ തീർന്നു. ചൈനീസ് ഉപകരണം എന്ന് പറയും. ഇവനൊക്കെ കൂടി നമുക്കിട്ട് ഇത് ചെയ്യാൻ നോക്കുക. ഇന്ത്യ നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 2, നമ്പർ 2-ാം സ്ഥാനത്തെങ്കിലും 2 കൊല്ലത്തിനകം എത്തും. അത്ര കഴിവും ബുദ്ധിയുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ട്. ഈ പിണറായി സാറിനെ തന്നെ ഞാൻ പറയാം,
നല്ലൊരു ഭരണാധികാരിയാണ്. അതിൻ്റെ കൂടെ നിൽക്കുന്ന പലരും നല്ലവരാണ്. അങ്ങനെയൊക്കെ ഈ സ്റ്റാൻലി സാറൊക്കെ നല്ലവരാണ്. എനിക്ക് സൂപ്പിക്കാനൊന്നുമല്ല, എനിക്ക് പോകാൻ എൻ്റെ ജീവൻ മാത്രമേ ഉള്ളൂ. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. എൻ്റെ ഈ പോക്കറ്റിൽ കിടക്കുന്ന എൻ്റെ പാൻ കാർഡോ ഇതൊക്കെ ഉള്ളൂ. പിന്നെ കുറേ ക്യാമറാസൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ. പിന്നെ എന്നെ ഈ കഴിഞ്ഞ ദിവസം എന്നാ കാപ്പി എന്ന് പറയുന്നത് അവൻ്റെ പേരെന്നാ, അവനാണ് അതിനെ വെല്ലുവിളിച്ചത്. അവൻ എന്ത് കാര്യമാണ് അവൻ്റെ പേര്, മുസ്ലിമാണ് അവൻ തല്ലട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ത് തള്ള തല്ലിയ ചെത്തു. ഞാൻ പറഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞു. ഈ ഞാനും എൻ്റെ സുഹൃത്തുക്കളും തമ്മിലുള്ള വിഷയത്തിന് ഇവൻ എന്നാ കാര്യം? നിങ്ങൾ വിചാരിക്കുന്നതൊന്നുമല്ല. ഇന്ത്യ നമ്പർ 1 ആവും, കേരളം ഇതൊക്കെ നല്ല രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത്രയും തുറന്ന് പറഞ്ഞേ വെക്കുള്ളൂ. പിന്നെ സാമ്പത്തികമായും രാഷ്ട്രീയമായും സാമുദായികമായും എല്ലാ രീതിയിലും മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തെ തകർക്കാൻ ഒരു രീതിയിൽ നോക്കരുത്. അത് ഏത് രാജ്യക്കാരൻ എവിടുന്ന് വന്നാലും ഇത്രയൊന്നും ആരും അനുഭവിച്ചൊന്നും പറയണ്ട. ശരി, സപ്പോർട്ട് ചെയ്തോട്ടെ. നാശം വരുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് വരുമല്ലോ. ഇവിടെ പല എന്നതാ തൊപ്പിയോ പിന്നെ മറ്റേ ചെകുത്താനോ അവനൊക്കെ എന്തോരം പറഞ്ഞു. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, ഇന്ത്യ എന്നൊരു വിഷയം വരുമ്പം 99% ഒന്നാകും. എന്നോടൊന്ന് ചോദിച്ചാൽ അവനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അവൻ ലോക പ്രശസ്തനായിക്കൊണ്ടിരിക്കുകയെന്ന്. അവൻ ഇന്ത്യയെക്കുറിച്ച് എന്തറിയാം? ഞാൻ ചോദിക്കട്ടെ, അവൻ എന്ന ഒരു കാര്യം ചെയ്യട്ടെ. ഇന്ത്യയിൽ 27 സംസ്ഥാനങ്ങൾ. ആ സംസ്ഥാനങ്ങളുടെ പേരെന്ന് പറയട്ടെ. ഇന്ത്യൻ പ്രസിഡൻ്റെ പേര് പറയട്ടെ. ഓരോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പേര് പറയട്ടെ. അവൻ ഏതോ ആഫ്രിക്ക കിടന്ന ആ കാര്യമൊക്കെ അവൻ അനുഭവിച്ചിട്ട് കണ്ടിട്ട് പോലില്ല. അവൻ ജനിച്ച പിന്നെ ഒരിക്കലും ഇങ്ങനെയൊരു വർഗീയ പ്രശ്നം ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ. ഏത് സ്കൂളിൽ പഠിച്ചപ്പോഴാണ് അതുണ്ടായത് അവന്? ഏത് സ്കൂളിൽ? അവൻ ശ്രീലങ്ക സ്കൂളിൽ പഠിച്ചപ്പോഴോ? അവൻ്റെ അമ്മയെപ്പോലും നല്ല രീതിയിലാണ് ആ വീട്ടുകാർ നോക്കിയത്. എനിക്ക് വ്യക്തമായിട്ട് അറിയാതെ. അവനെ പഠിക്കാനും അതിനൊക്കെ അവൻ കഞ്ചാവ് കോളേജിൽ പോയതിന് എന്നെ ഇന്നുണ്ടായ സംഭവമാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞത്. നല്ല രീതിയിൽ ഭരിക്കുന്ന മാർക്സ് പാർട്ടി, ലോക്കൽ നേതാക്കന്മാരെ കുമ്പിക്കാൻ നല്ല രീതിയിൽ ഭരിക്കുന്ന കേന്ദ്ര ഭരണം, ഏകദേശം സംസ്ഥാന ഭരണങ്ങളെല്ലാം നല്ല രീതിയിലാണ് പോകുന്നത്. പിന്നെ മറ്റേ അവിടെ പള്ളികൾ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. എവിടെയൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ 2 വർഗ്ഗങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. അതിനകത്ത് ചുമ്മാ ഇന്നലെ വരെ ശിവനെ അതിനൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന അവരെ ആരാധിക്കരുത്, അവരൊക്കെ പ്രേതമാണെന്നൊക്കെ പറഞ്ഞു വെച്ച് അവരൊക്കെ പിശാച, കഴുത്തെ പാമ്പ, ശൂലം പിശാചാന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്നും അംഗീകരിക്കുകയില്ല. അത് കേട്ട് ഏത് പെന്തിക്കോസിലേക്ക് പോയാലും ഏതിലേക്ക് പോയാലും ശരി, അതൊന്നും അവിടുത്തെ അംഗങ്ങളൊന്നും അംഗീകരിക്കില്ല. അതൊക്കെയാണ് അവിടുത്തെ പ്രതികരണം. അല്ലാതെ അത് BJPയുടെ കുഴപ്പമൊന്നുമല്ല. ഈ കേരളത്തിൽ നടക്കുന്ന CPMൻ്റെ കുഴപ്പമല്ല, CPIയുടെ കുഴപ്പമല്ല, കോൺഗ്രസ്. ഇനി പ്രിയങ്ക എന്നും പറഞ്ഞ് ഒരാൾ എന്തെങ്കിലും ഒരു കാലത്ത് അധികാരത്തിലൊക്കെ വരുമല്ലോ, നല്ലൊരു നേതാവാണ്. രാഹുൽ ഗാന്ധിയൊക്കെ ഒരു പാവവും ശുദ്ധനുമാണ്, പൊട്ടനുമൊക്കെയാണ്. അതുകൊണ്ടൊന്നും രാഹുലിനൊന്നും ഇന്ത്യ ഭരിക്കാനൊന്നും പറ്റിയല്ല. പ്രിയങ്കയൊക്കെ വരണം, ഇതൊക്കെ ഫ്രാങ്കായിട്ട് പറയാം. ഇനിയും വരും. ഇനിയിപ്പം നല്ല രീതിയിൽ ഒരു സെക്രട്ടറിയൊക്കെ മാർക്സ് പാർട്ടിയും തിരഞ്ഞെടുത്ത്. പിണറായിക്ക് ശേഷം തിരഞ്ഞെടുത്തവന്മാരെല്ലാം പൊട്ടന്മാരായിരുന്നു. ഇപ്പോൾ ഒരു നല്ല ആൾ വന്നിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. CPIയിലും കുഴപ്പമൊന്നുമില്ല. പന്നിൻ്റെയൊക്കെ ദൈവത്തെ പോലെ കരുതേണ്ട ആൾക്കാരാണ്. ഇതൊക്കെ അങ്ങ് തുറന്ന് പറഞ്ഞേച്ച് ഈ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഇത്രയും പറഞ്ഞല്ലോ. ലോകത്തിൽ 1 നമ്പരാകാൻ പോകുന്ന ഇന്ത്യ തകർക്കാൻ ഇനി റെയിൽവേക്കിട്ടായിരിക്കും പണി, ഇല്ലെങ്കിൽ റോഡുകൾ. ഇന്ത്യയിലെ റോഡുകളെല്ലാം ഭയങ്കരമായിട്ട് ഡെവലപ്പായി. റോഡിലൂടെ വരുള്ളൂ. പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടുത്തെ കോഹിനൂർ രക്തം കൊണ്ടുപോയല്ലേ നായിൻ്റെ മക്കൾ. ഏറ്റവും അതിന് വിലയൊന്നുമില്ല കേട്ടോ. പണ്ടേതാണ്ട് കർഷകൻ്റെ മക്കൾ തട്ടിക്കളഞ്ഞു വരുന്ന സാധനമായി കോഹിനൂർ. അതൊരു വ്യാപാരി കണ്ടപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലായത്. 5-6 തലമുറയിൽ കിരീടത്തിൽ പതിച്ച് അത് കൊണ്ടുപോയി. ഇതിന് വില മതിക്കാൻ ഒരു രാജ്യത്തിനേക്കാൾ വിലയുണ്ട് അതിന്. ആ സാധനം ഇന്ത്യയുടെയാണ്. അവന്മാരതിന് 2-3 കോടി രൂപ ഒരു മാസം മുടക്കുന്നുണ്ട്. അതുപോലെ എല്ലാം തട്ടിക്കൊണ്ടുപോയത്. അത് തന്നെ റെയിൽവേയാണ് ഉപയോഗിച്ചത്. ഇന്ത്യയുടെ പുരോഗതിക്കൊന്നും വേണ്ടിയില്ല. അവൻ്റെ ക്ലർക്കിനൊക്കെ വേണ്ടിയിട്ടാണ് അവൻ ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. ഇവിടുത്തെ പലരും നല്ലതാണെന്നൊക്കെ പറയും. ഇവിടെ എല്ലാം പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് വിദ്യാഭ്യാസം ഇപ്പോൾ ചെയ്യുന്നത്. എല്ലാവരും അതെ, എല്ലാ സഭക്കാരും. പിന്നെ ഹിന്ദുക്കളൊക്കെ ആട്ടോ
പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല വിദ്യാഭ്യാസം നടക്കുന്നത്. ഇവിടുത്തെ ക്രിസ്ത്യ സഭകളെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെ എണ്ണി കണക്ക് പറഞ്ഞ് കുട്ടികളോട് കാശ് മേടിക്കുക. അതിന് ബദലാണ് ഗവൺമെൻറ് സ്കൂളുകൾ. ഇവിടുത്തെ ഏതെങ്കിലും ഗവൺമെൻറ് സ്കൂളിൽ പോയി നോക്കണോ? ഞാൻ ഈ ട്രൈബൽ സ്കൂളിലെ PT പ്രസിഡൻ്റായിട്ട് 2 കൊല്ലം ഇരുന്നത്, 2 കൊല്ലം GTUPS കുമ്മളി. അവിടെ ഞാൻ പണിത് വെച്ച ഒരു കെട്ടിടവും ഒരു സാധനം അവിടെ പൊളിച്ചിട്ടില്ല. അവിടെ 2 നിലയൊക്കെ വന്നു, വലിയ ബംഗ്ലാവ് പോലെയൊക്കെ വന്നു. ഞാൻ ചെയ്തതിലോട്ടൊന്നും ആരും ഒന്നും ചെയ്യാനൊക്കെ, കാരണം അതിനൊക്കെ 10-18 കൊല്ലം ഗ്യാരണ്ടി കൊടുക്കണം. ആ ഗ്യാരണ്ടി കൊണ്ട് താനും ഒന്ന് പൊളിക്കാനും പറ്റില്ല. അവിടെ അത് ഒഴിവാക്കിയിട്ടാണ് ഞാനും പണിതാണ്. അവിടുത്തെ ജലസംഭരണി, വേസ്റ്റിൻ്റെ ഇത്, 2 സ്കൂളുകൾ, ഇപ്പം നഴ്സിംഗ് നടക്കുന്ന എല്ലാം ഞാൻ പണിത് തന്നെയാണ്. അതിന് ശേഷമാണ് അവിടുത്തെ ഭിത്തിക്ക് അന്ന് ഞാനടിച്ച പെയിൻറ്റും കണ്ടാണ് ഞാനാണ് ആ ഗേറ്റ് പണിത്. 2 നിലയൊക്കെ പണിതാലും അതൊന്നും പൊളിക്കാൻ പറ്റുകയില്ല, ഞാൻ പണിത് തോന്നും. എൻ്റെ അവിടെ ചത്തതിന് ശേഷമല്ല, ഞാൻ അവിടെ ഇത് തലക്കല്ലാതെ നിന്ന് ഞാൻ പറഞ്ഞു, ഭൂമിയിൽ കൊണ്ടാകാൻ പോകുന്നതല്ലേ ഉള്ളൂ ഇതൊക്കെ, എൻ്റെ പേരൊന്നും വേണം. ഇപ്പോൾ 2 നില പണിതവരുടെയൊക്കെ പേരൊക്കെ അതിൻ്റെ അടിയിലുണ്ട്. ഭൂമിയിലൊക്കെ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ഞാൻ അവിടെ തന്നെ എൻ്റെ മക്കൾ പഠിച്ചത്. ഏറ്റവും നല്ല സ്കൂളാണത്, ഏറ്റവും നല്ല സ്കൂളാണ്. അതുകൊണ്ട് ഈ ഗോത്രവർഗത്തിൽ നിന്നുണ്ടായവരാണ് എല്ലാവരും. അതിനകത്ത് ജാതി മതം സ്വയം. ഞാൻ ഒരു പൊലയനായിരുന്നെങ്കിൽ ഞാൻ ജോയ്സൻ പൊലയൻ എന്നിട്ടേനെ, അറിയാവും നിങ്ങൾക്ക്? ആ ചങ്കൂറ്റം കാണിച്ചേച്ചൊക്കെ പറ. അങ്ങനെ ഇട്ടവരുണ്ടല്ലോ കേരളത്തിൽ. ഇതാരാണ് ഈ കുറഞ്ഞവൻ ചിന്തിക്കുന്നത്? സാമ്പത്തികമായിട്ടും വേർതിരിവില്ല, സൗന്ദര്യപരമായിട്ടും വേർതിരിവില്ല, ആരോഗ്യപരമായിട്ടും വേർതിരിവില്ല, ജീവിത ഇതിലും വേർതിരിവില്ല, ഒന്നിലും വേർതിരിവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്താണ് വിവാഹം കഴിക്കുന്നത്. ആരെവിടെ നോക്കുന്നു ജാതി മതമൊക്കെ കെട്ടാൻ? അങ്ങനെ ജാതി മതമൊക്കെ നോക്കി കെട്ടിയവരൊക്കെ നശിച്ചു പോയിട്ടേ ഉള്ളൂ. അല്ലാതെ ഇഷ്ടപ്പെട്ട് കിട്ടുന്നവരൊക്കെ തന്നെയാണ്. ഇവിടുന്ന് പല പെണ്ണുങ്ങളും അങ്ങ് വിദേശത്തൊക്കെ പോവുക. എൻ്റെ മക്കളും അവിടെ തന്നെയാണ്. അവരവരുടെ കിട്ടുന്ന ജാതി മതമൊന്നുമില്ല. സാമ്പത്തിക ഭദ്രതയൊക്കെ നോക്കും. അവിടെയൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞു വെച്ച് തന്നെയാണ്. ഗോത്രക്കാരാണ്. ഗോത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും മോശക്കാർ ബ്രാഹ്മണരാണ്, വിഡ്ഢികൾ ബ്രാഹ്മണരാണ്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. ബാക്കി എല്ലാവരും നല്ല ആൾക്കാർ തന്നെയാണ്. വൈശ്യനും ശൂദ്രനും ക്ഷത്രിയനുമൊക്കെ. ഈ പുലയ രാജ്ഞി ഉണ്ടായിരുന്നു ഈ തിരുവനന്തപുരത്തിനടുത്ത്. പുലയ രാജ്ഞി ഉണ്ടായിരുന്നു. പല പുലയ രാജാക്കന്മാരും ഈ ഒരു കുതിര ഉണ്ടാക്കും. ആ കുതിരയ്ക്കകത്തോടെ, അവരുടെ ബ്രാഹ്മണർ അന്ന് ഊമ്പിച്ചാണ്, ആ കുതിരയ്ക്കകത്തോടെ കയറി രാജാവ് ഫ്രണ്ടിലേക്ക് ഇറങ്ങിയാൽ, അവർ ഹരിജൻ രാജാക്കന്മാരായിരുന്നു. അവരങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ബ്രാഹ്മണരായി. ഇവന്മാർ ചെയ്യുന്നതാണെന്ന്. എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേന്, കാരണം എന്നാൽ അത്രയും വലിയ കുതിര രാജാവിന് ഇറങ്ങണമെങ്കിൽ അത് മൊത്തം ബ്രാഹ്മണർക്ക് കിട്ടും. അങ്ങനെ ചെയ്ത് ഒത്തിരി അന്വേഷിച്ചൊക്കെ, ചരിത്രം അന്വേഷിച്ചൊക്കെ, അങ്ങനെ ഒത്തിരി ഹരിജൻ വിഭാഗത്തിൽ, ഹരിജൻ എന്നൊന്നുമില്ല കേട്ടോ, ഹരിയുടെ എന്ത് ഹരി, സങ്കല്പ കഥാപാത്രങ്ങളാ ഹരിയോ, ഇറങ്ങിക്കഴിയുമ്പോൾ ആ കുതിര സ്വർണ്ണമാണല്ലോ, അത് അടിച്ചു മാറ്റാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട്. പുലയ രാജ്ഞി ഉണ്ടായിരുന്നു. ഈ ലോകത്തിൽ ഏറ്റവും ധീരമായി, ഈ കേരളത്തിൽ ഏറ്റവും ധീരമായി മരിച്ച ഒരു വനിത. അത് പുലയ രാജ്ഞി തന്നെയാണ് കേട്ടോ, എൻ്റെ അറിവിൽ. അന്ന് പുലയ രാജ്ഞിക്ക് എതിർക്കാൻ പറ്റിയത് അവരുടെ അഭിമാനബോധമാണ്. അന്ന് പുലയർ അതൊന്നും ചിന്തിച്ചില്ല. ആ രാജ്ഞിയുടെ മകളെ വിവാഹം കഴിക്കണമെങ്കിൽ, ഇവിടുത്തെ ക്ഷത്രിയൻ ആഗ്രഹിക്കണമെങ്കിൽ അവിടെ വല്ല വർഗീയത ഉണ്ടായിരുന്നു. എല്ലാം തീർന്നിട്ട്, എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 കൊല്ലമായി. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതൊക്കെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലാണ്. ഞാനവിടെ ഒന്നും അത് കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പം ഇത് വളർത്തിക്കൊണ്ട് വരാൻ ഈ വേടൻ്റെ പുറകെ നിൽക്കുന്ന വലിയ ശാപമാണ് കേട്ടോ. ഈ ലോകം യുദ്ധം ചെയ്യുന്നതും ഈ യുദ്ധങ്ങൾ നടക്കുന്നതും ഇനിയും വരുവാണ്. ഇന്ത്യ ആക്രമിക്കാൻ പല രീതിയിൽ ഇന്ത്യൻ എയർലൈൻസായിട്ട്, ഇനി കപ്പൽ മുക്കലായിട്ട്, ഇനി ട്രെയിനിട്ടായിരിക്കും, ഇനി അവിടെ തീവ്രവാദമായിരിക്കും. അതിൻ്റെ കൂടെ ഈ നിൽക്കുന്നവരൊക്കെ ഇന്ത്യ ഇല്ലാതായാൽ ഇന്ത്യയിൽ ഒരുത്തരും ജീവിക്കുകയില്ല കേട്ടോ. ഈ ഹിറ്റ്ലറാണ് ഏറ്റവും വലിയ ക്രൂരൻ എന്നൊക്കെ പറയും. ഏറ്റവും വലിയ ക്രൂരൻ ഹിറ്റ്ലറൊന്നും അല്ല. ഏറ്റവും വലിയ ക്രൂരൻ ഈ അനുഭവിച്ച ജപ്പാൻ, ഹിരോഷിമ നാഗാസാക്കി, അവൻ്റെയൊക്കെ ആൾക്കാർ ഏതോ ഒരു രാജ്യത്തെ പോയി കീഴടക്കിയിട്ട് അത് രേഖപ്പെടുത്തിയില്ല. ഈ രേഖപ്പെടുത്താത്ത കുറേ സത്യങ്ങളുണ്ട്.
അവിടെ പോയിട്ട് ആ രാജ്യം ആക്രമിച്ച് അവരുടെ താവളമായിരുന്നു മിലിറ്ററിയുടെ. അവിടുത്തെ 10ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഒരു ദിവസം 20 പേര് ഭോഗിച്ച് സുഖിച്ചിരുന്നു. കാരണം ഇവരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ജപ്പാൻ ഭടന്മാർ ചെയ്തതാണ്. ഒരു ദ്വീപിലെ കുഞ്ഞു കുട്ടികളെ അവർക്കൊക്കെ ലാസ്റ്റ് അവിടെയൊക്കെ കീറി മുറി. അന്നേരം 10-20 പേര് പട്ടാളക്കാർ യുദ്ധം ചെയ്തേച്ച് വന്നേച്ച് എൻ്റർടൈൻമെൻറ്റ് അവരെ അതിന് വേണ്ടി 10ഉം 13ഉം വയസ്സുള്ള അവർക്ക് അതിന് മുകളിലുള്ള വേണ്ടായിരുന്നു. എന്നിട്ട് ആ മുറിവ് ഉണങ്ങുമ്പോൾ പിന്നെയും 10-15 പേര് അങ്ങനെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ആ രാജ്യത്തിൽ. ജപ്പാനിലല്ല, ജപ്പാൻ കീഴടക്കി വെച്ചിരുന്നത്. അവന്മാരെല്ലാം കൊന്നു തള്ളി. ആരാ അന്ന് കൊന്നു തള്ളി? അത് ചെയ്തത് ഈ ജർമ്മനിയോ ഇറ്റലിയോ ഏതാണ്ടാണ് കൊന്നു തള്ളി അവന്മാരെ. ഇപ്പോൾ അവിടെ പോയിട്ട് ആരാധിക്കും ഇവിടെ. അത് ശരിക്കും പറയണമെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ ഇത് കണ്ടാൽ അറിയാം. അതിനൊക്കെ വലിയ ക്രൂരതയൊന്നും ആ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന പോലും അങ്ങനെ ആ കുഞ്ഞുങ്ങൾ 10ഉം 13 വയസ്സുള്ള അതിനൊക്കെ വലിയ ക്രൂരതയൊന്നും ചെയ്തിട്ടില്ല. ആ ജപ്പാൻ ഇന്ന് ആരാണ് ഏറ്റവും വലിയ പവിത്രത ഉള്ളവർ? ഞാൻ അവസാനമായിട്ട് പറഞ്ഞേക്കുന്നത് യേശുവും തച്ചനാണ്. ആ ജൂതവംശമായി പോയതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ അനുയായികളല്ല. ക്രിസ്ത്യാനികൾ. ക്രിസ്തു എന്ത് തെറ്റായത്? 500 കൊല്ലത്തിന് ശേഷം ബൈബിള്. നബി എന്ത് തെറ്റായത്? നബി അന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ശരികളാണ് എല്ലാം ചെയ്തത്. ഒരു ദരിദ്രമായ ഒരു രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാത്രമാണ് ചെയ്തത്. എല്ലാവരും യുദ്ധം ചെയ്ത് തോപ്പിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യത്തെ നന്നാക്കാനാണ് ചെയ്തത്. അതുപോലെ ഹിന്ദു ദൈവങ്ങൾ ഇതൊന്നും ആരെ സൂപ്പിച്ചെന്നും പറയുന്ന കേട്ടോ. അന്ന് ഹിന്ദു രാജാക്കന്മാരും ചെയ്തത് എന്താണ്? അശോകനൊക്കെ ചെയ്തു. അശോകനെ പോലൊക്കെ ഒരു വലിയ രാജാവ്, ബുദ്ധമതം വളർത്തിയ ഒരു രാജാവ് എന്താ ചെയ്ത്? ഈ അശോകനൊന്നും ബ്രാഹ്മണ മതമല്ല വളർത്തിയത്. ഏറ്റവും കൂടുതലുള്ളത് ബുദ്ധമതത്തിൽ SC വിഭാഗത്തിലുള്ളവരാണ്. അത് വളർത്താനാണ്. അശോകൻ ആരെയും കൊന്നുവെച്ച് അതിന് വേണ്ടി ചെയ്തില്ല. അശോക ചക്രവർത്തി അയാളുടെ സൈന്യത്തിലെയും എതിർ സൈന്യത്തിലെയും ആൾക്കാർ മരിച്ചു കിടക്കുന്നതുകൊണ്ട് അന്ന് യുദ്ധം വേണ്ടെന്ന് ചോദിച്ചാൽ അയാളും പ്രൊമോട്ട് ചെയ്തതൊക്കെയാണ്. ശരി, ഓക്കെ, അടുത്ത എപ്പിസോഡിൽ കാണാം.